അപ്പോൾ pyridine electrophilic substitution പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത് അല്ലേ? You have seen that there are three possibilities for the substituent to occupy a position in pyridine because there are three different carbon atoms, alpha, beta and gamma carbon atoms in pyridine. And let us see the conditions for the substitution at the different positions. For example, first take the case of the alpha substitution. You can see that if the substituent is to occupy the alpha position, then it should attack this alpha carbon, and we can see that if the electrophile attacks this position, the shift will be like this, and you will get an intermediate നേരത്തെ പറഞ്ഞ പോലെ ആ എച്ച് പ്രത്യേകം കാണിക്കുന്നത് ഇത് രണ്ടുകൊണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇവിടെയൊക്കെ എച്ച് ഉണ്ട് കേട്ടോ. ആ എച്ചിനെ പറ്റിയൊന്നും തൽക്കാലം പോകുന്ന അറിയേണ്ട. എല്ലാ സ്ഥലത്തും ഓരോ എച്ച് ഉണ്ട്, മറ്റേ എച്ച് മാത്രം എടുത്ത് പ്രത്യേകം കാണിക്കേണ്ടത്. ഇതാണ് അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കാർബോകാറ്റയോൺ. ഓക്കെ, ഇതിന്റെ മൂന്ന് റെസൊണൻസ് സ്ട്രക്ചർ ഒന്ന് വരച്ച് ചെയ്ത് രണ്ടെണ്ണം കൂടി വരച്ച് കഴിഞ്ഞ് രണ്ടെണ്ണം കൂടി ഉണ്ടാവും. യു കെൻ സീ ദാറ്റ് then the double bond will shift to, അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ഇവിടത്തേക്ക് പോകും. ഇത് എങ്ങോട്ടാ പോകുന്ന വിഷയം. ഈ പോസിറ്റീവ് ചാർജ് ഇല്ലാണ്ടാക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മാത്രമേ. അപ്പൊ പോസിറ്റീവ് ചാർജ് എടുത്തേക്ക് പോകും, ഇവിടത്തേക്ക് പോകും. അപ്പൊ ഇത് ഇങ്ങോട്ട് കിടക്കും, പോസിറ്റീവ് ചാർജ് എടുത്തേക്ക് പോകും, ഇവിടത്തേക്ക് പോകും. അത്രയേ ഉള്ളൂ. യു കെൻ സീ ദാറ്റ് ഇവിടെ ഉണ്ട്. ഈ ഡബിൾ ബോണ്ട് പോയി ഇവിടെ പോസിറ്റീവ് ചാർജ് വന്ന് ഇവിടെ ഇവിടെ ഡബിൾ ബോണ്ട് വന്ന് ഇവിടെ എച്ച് ഇവിടെ ഇ ഇവിടെ തന്നെ ഉണ്ട്. അതിന് യാതൊരു മാറ്റമില്ല. ഓക്കെ, now there is another resonance structure possible for the intermediate, that is by the shift of a double bond like this, and you can see that you can draw a third structure with the positive charge on the nitrogen, and we have the double bond here and here, and of course H and E at the same position. അപ്പോൾ അതിന്റെ മൂന്ന് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ് ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് പോകുന്ന കാർബോകാറ്റയോൺ. ഓക്കെ, ഇനിയിപ്പോ ഇത് ബീറ്റ ഇതിപ്പോ ആൽഫ ഇതിന്റെ ബീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നെങ്കിലോ, ബീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ വി കൻ സീ കുറച്ചുകൂടി ഇങ്ങോട്ട് വരാം. നിങ്ങൾ ഇതൊക്കെ വരക്കുമ്പോൾ ഈ ഡബിൾ ബോണ്ടിന്റെ സ്ഥാനം ഇങ്ങനെ മാറ്റാണ്ടിരിക്കാം. നമുക്ക് രണ്ടു വിധത്തിൽ വരക്കാൻ അറിയാം, പക്ഷെ എപ്പോഴും ഒരേപോലെ വരയ്ക്കുക. എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല, അത് എല്ലാ ചിത്രത്തിലും ഒരു വരച്ചു ഫോർ ദി സേക്ക് ഓഫ് comparison. And you can see that if the beta substituent takes place, the electrophile will attack this position and the shift will be like this. And you can draw again the and ഇവിടെ ഈ ഡബിൾ ബോണ്ട് ഇവിടെ തന്നെ ഉണ്ട്, ഇത് ഇവിടെ ഉണ്ട്, ഇത് പോയി ഇവിടെ എച്ചും ഇലക്ട്രോഫൈലും ഉണ്ട്. പോസിറ്റീവ് ചാർജ് എന്ന സ്ഥാനം ഇവിടെയായി. ഓക്കെ, now you can see that yes, ഇതിനും വേണം നമുക്ക് മൂന്ന് സ്ട്രക്ചർ വരക്കാം. ഇത് ഇങ്ങോട്ട് മാറ്റാം. അപ്പൊ എന്ത് കിട്ടും? n പോസിറ്റീവ് ചാർജ് ഇവിടെ വരും, ഇതിന്റെ സ്ഥാനം ഒന്നും മാറാൻ പാടില്ല. ഈ ഡബിൾ ബോണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, now we can think of another shift of electron. ഇതൊക്കെ നമുക്ക് ഇത് ബൈഹാർട്ട് പഠിച്ചു വെക്കണ്ടോ, നമ്മൾ പഠിച്ചു വെക്കണോ, കണ്ടാൽ എഴുതാൻ പറ്റണോ? എഴുതാൻ പറ്റും, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ചാർജ് ഇവിടെ എത്തും. യു കൻ സീ ദാറ്റ് here and positive charge goes there, H and E. Okay, like this. Okay, this is the
resonance structures or the contributing structures of the intermediate carbocation formed. Now you consider the gamma substitution. ഇത് ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമയാണല്ലോ. ഗാമയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കേണ്ട എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ ഇലക്ട്രോഫൈൽ attack this carbon and we can see that the shift will be like this, and we can draw the structure of the like this, and the next one you can see that the positive charge will shift to this carbon atom by the S, and you can draw the structure. And the next step, this will go to this position, and the resulting carbocation will have structure. ഇവിടെ H E with a positive charge. Okay. And you can see that this is for alpha substitution, this is for beta substitution, and this is for gamma substitution. And for each one we can see that 3 canonical structures are possible. എല്ലാത്തിനും 3 തന്നെ പോസിബിൾ ആയിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഫ്യൂറാന്റെ കേസിൽ സംഗതി കുറച്ച് എളുപ്പമായിരുന്നു. എന്താണ്? ആൽഫ സബ്സ്റ്റിറ്റ്യൂഷന് 3 കാർബോകാറ്റോണും ബീറ്റ സബ്സ്റ്റിറ്റ്യൂഷന് 3 കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സും ബീറ്റയ്ക്ക് 2 ആയിരുന്നു. And you can see that alpha substitution takes place because of the greater stability, because of the 3 contributing structures. ഇവിടെ 3 ഒരേപോലെയാണ്. ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3. ആ ഒരു വ്യത്യാസമില്ല. ഒരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? You can see that if you look into the structure 1, 2, 3, in structure 3, you can see that the positive charge is on nitrogen atom. Okay. ഈ മൂന്നെണ്ണത്തില് നൈട്രജന് മുകളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ മൂന്നെണ്ണത്തില് നൈട്രജന് മുകളിൽ പോസിറ്റീവ് ചാർജ് വരുന്നേ ഇല്ല. ഈ മൂന്നെണ്ണത്തിലും നൈട്രജന് മുകളിൽ ഒരെണ്ണത്തില് പോസിറ്റീവ് ചാർജ് ഉണ്ട്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആൽഫ സബ്സ്റ്റിറ്റ്യൂഷനും ഗാമ സബ്സ്റ്റിറ്റ്യൂഷനുമാണ് നടക്കേണ്ടതെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സില് നൈട്രജന്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വരുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. And you know nitrogen is highly electronegative and it cannot bear a positive charge. അല്ലെങ്കിൽ ഇത് വളരെ ആണ്. ഇപ്പൊ നൈട്രജന്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വരുന്ന ഒരു കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ വളരെ അൺസ്റ്റേബിൾ ആണ്. അപ്പൊ ഈ 3ന്റെ കൂട്ടം 3 ഉണ്ടെങ്കിലും ഇത് അൺസ്റ്റേബിൾ ആണ്. ഇവിടെ 3 ഉണ്ടെങ്കിലും ഇത് അൺസ്റ്റേബിൾ ആണ്. ഇവിടെ 3 ഉണ്ടെങ്കിൽ 3 സ്റ്റേബിൾ ആണ്. അപ്പൊ അത് മനസ്സിലാണെങ്കിൽ സിംപ്ലി സേ ദാറ്റ് എ contributing structure or a canonical structure which has a positive charge on nitrogen, which is a high electronegative atom, is a less favorable. Nitrogen positive charge accommodate ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതൊരു highly electronegative atom ആണ്. പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? So what happens? Yes, this structure, that is of the 3, this is more comfortable. ഇവിടെ ഈ മൂന്നെണ്ണത്തിലും നൈട്രജന്റെ മുകളിൽ ആറ്റത്തിന്റെ മുകളിൽ 3 പോസിറ്റീവ് കാർബൺ, ഇവിടെ കാർബൺ നമ്പറാണ്, ഇവിടെ കാർബൺ നമ്പറാണ്, ഇവിടെയും കാർബൺ നമ്പറാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ പോസിറ്റീവ് ചാർജ് വേണ്ടി ശ്രദ്ധിക്കുക. 1, 2, 3 മൂന്നും കാർബൺ നമ്പറാണ്. ഇവിടെ അങ്ങനെയോ ഒരു പോസിറ്റീവ് ചാർജ്, ഇത് കാർബൺ നമ്പറാണ്, ഇത് കാർബൺ നമ്പറാണ്, ഇത് നൈട്രജൻ ആറ്റത്തിന്റെ മുകളാണ്, ഇത് കാർബൺ നമ്പറാണ്, ഇത് നൈട്രജന്റെ മുകളാണ്, ഇത് കാർബൺ നമ്പറാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്. അപ്പം ഇതും എന്താണ് അത്രയും സ്റ്റേബിൾ ആയ അല്ലെങ്കിൽ അത്രയും ഫേവറബിൾ ആയ ഒരു കണ്ടീഷൻ അല്ല. റെസൊണൻസ് സ്ട്രക്ചർ ഇൻ വിച്ച് നൈട്രജൻ ആറ്റം പ്രത്യേകത നൈട്രജൻ ആറ്റം എന്താ കുഴപ്പം? നൈട്രജൻ ആറ്റം is highly electronegative compared to carbon, so it does not like to bear a positive charge, or a structure in which nitrogen bears a positive charge is less favorable. That means that these two resonances are altogether less stable than this one, which is more stable. In this case, നൈട്രജൻ ആറ്റത്തിന് പോസിറ്റീവ് ചാർജിനെ സ്വീകരിക്കേണ്ട പ്രശ്നം വരുന്നേ ഇല്ല. അല്ലാതെ തന്നെ 3 സ്റ്റേബിൾ ആയ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇതാണ് ഏറ്റവും സ്റ്റേബിൾ ആയ സ്ട്രക്ചർ മൂന്നെണ്ണത്തിൽ. അതുകൊണ്ട് തന്നെ ബീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇഷ്ടപ്പെടുന്നത്. ആര്? പിരിഡിൻ.
when undergoes electrophilic substitution, the electrophile or the substituent enters the beta position. പറഞ്ഞു മനസ്സിലായ? അപ്പൊ ബീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ 1 2 3 സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. 2 നടക്കില്ല, 4 നടക്കില്ല. ഇലക്ട്രോഫിലിക് ശ്രദ്ധിക്കുക, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് അങ്ങനെ നേരെ തിരിച്ചു വരും, അത് ആൽഫയിലാണ് നടക്കുക, വേറെ കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇത് ശ്രദ്ധിക്കുക. വൈ pyridine undergoes electrophilic substitution at the beta position. നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്? വൈ ഫ്യൂറാൻ undergoes electrophilic substitution in the alpha position. ഫ്യൂറാന്റെ കേസിൽ ആൽഫ ആയിരുന്നു, 5 മെമ്പർ റിംഗ് ആണ് ശ്രദ്ധിക്കുക, ഇത് 6 മെമ്പർ റിംഗ് ആണ്, വ്യത്യാസമുണ്ട്. ഇതിൽ ആൽഫ പൊസിഷനിൽ, മറ്റേ ആൽഫ പൊസിഷനിലാണ്, ഇതില് ബീറ്റ പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. ഇലക്ട്രോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ദ ഇലക്ട്രോഫൈൽ enters the beta position because the ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണമെങ്കിൽ ഇതിനെ കൂടി കടന്നുപോയാൽ മതിയാവും. അതിന് ശേഷമാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇവിടെ സ്ഥലം എഴുതാൻ ഇതാ, അതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ് കിട്ടുക? ഇതാ പറഞ്ഞ സോറി ഇവിടെയല്ല, ഇതാ ഈ ഇന്ന് കിട്ടുക. മനസ്സിലായില്ലേ? ഇത് കിട്ടുന്നത് ഇതിനെ കൂടി കടന്നു പോകണം. ഇതിനെ കൂടി കടന്നു പോകണമെങ്കിൽ എന്ത് വേണം? ഇതാണ് കൂടുതൽ സ്റ്റേബിൾ. എത്ര സ്റ്റേബിൾ അല്ല, ഇതും അത്ര സ്റ്റേബിൾ. ഇന്റർമീഡിയറ്റിലേക്ക് കൂടി കടന്നിട്ട് ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ ഏറ്റവും എളുപ്പത്തിൽ എനർജി കുറഞ്ഞ സംഭവിക്കുക എവിടെയാണ്? ഇവിടെയാണ്. കാരണം ഈ 3 സ്ട്രക്ചേഴ്സും ഒരേപോലെ സ്റ്റേബിൾ ആണ്, ഈ 3ഉം ഒരേപോലെ സ്റ്റേബിൾ അല്ല. ഒന്നില് നൈട്രജൻ മോളാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്, ശ്രദ്ധിക്കുക. ഓക്കെ, ദാറ്റ്സ് വൈ ഇൻ pyridine electrophilic substitution takes place in the or at the beta position. Okay. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു പോവാം. ഈ നൈട്രജന്റെ പ്രത്യേകം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ്. ഈ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ മൊത്തത്തില് ഈ റിംഗിലുള്ള ഇലക്ട്രോൺ അവൈലബിലിറ്റി കുറക്കും. അതിന്റെ ഭാഗത്തേക്ക് അത് ഇലക്ട്രോൺ ഡെൻസിറ്റി പരമാവധി അട്രാക്ട് ചെയ്യും. എന്തുകൊണ്ടാണ്? നൈട്രജൻ ഈസ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ്. And that makes this ring as a whole or as such a less prone to electrophilic substitution. ഇലക്ട്രോഫൈലിന്റെ ആഗ്രഹം എന്താണ്? ഒരു ഇലക്ട്രോൺ റിച്ച് സെന്ററിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇലക്ട്രോൺ റിച്ച് സെന്ററിൽ അത്ര ഇലക്ട്രോൺ റിച്ച് അല്ല. എന്തുകൊണ്ടാണ്? ആ റിച്ചായ ഇലക്ട്രോണിൽ നിന്ന് കുറെ ആരെടുക്കുന്നു? ഈ ഇലക്ട്രോ നെഗറ്റീവ് ആയ നൈട്രജന്റെ ഭാഗത്തേക്ക് പോകുന്നു. And the electronegative nitrogen atom makes the pyridine ring less electron rich, so that it is less prone to be attacked by an electrophile. Or we can say that this nitrogen makes the pyridine ring deactivated towards electrophilic. ഇതൊക്കെ നമ്മൾ പഠിച്ച വാക്കാണ്. ആക്ടിവേഷൻ ഡീആക്ടിവേഷൻ പഠിച്ചില്ലേ? ഈ pyridine ringil നൈട്രജൻ ഉള്ളതുകൊണ്ട് നൈട്രജൻ deactivates the pyridine ring towards electrophilic substitution, so that drastic conditions are required for electrophilic. മൈൽഡ് കണ്ടീഷനിലൊന്നും റിയാക്ഷൻ നടക്കില്ല. മനസ്സിലായില്ലേ? കുറച്ച് ഡ്രാസ്റ്റിക് ആയ കണ്ടീഷനിൽ മാത്രമേ pyridine ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തൂ. അങ്ങനെ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? സബ്സ്റ്റിറ്റ്യൂന്റ് വിൽ ഗോ ടു ദി ബീറ്റ പൊസിഷൻ. രണ്ടും ശ്രദ്ധിക്കുക. നമുക്കറിയാം നൈട്രോബെൻസീനും നമ്മൾ ഫിനോളോ അല്ലെങ്കിൽ അൻലീനോ ക്ലോറോബെൻസീൻ പോലും എടുത്തു കഴിഞ്ഞാൽ എന്താണ്? നൈട്രോബെൻസീൻ is less prone to electrophilic substitution because of the minus m effect of the NO2 group. മൈനസ് എമ്മും മൈനസ് ഐയും ആണ് എന്താണ്? പരമാവധി ഇലക്ട്രോൺ ഡെൻസിറ്റി റിംഗിൽ നിന്ന് ഈ നൈട്രജൻ ഓക്സിജൻ ഒക്കെ അങ്ങോട്ട് NO2 ഗ്രൂപ്പ് അങ്ങനെ തന്നെ വലിച്ചെടുക്കും. So that yes, the electron availability in the ring is reduced by the presence of NO2 group, and you have seen that NO2 nitrobenzene is highly deactivated towards electrophilic substitution. പറഞ്ഞ പോലെ അപ്പോൾ ഏകദേശം pyridine ബിഹേവ് ചെയ്യുന്നത് നൈട്രോബെൻസീനെ പോലെയാണ്. ഫിനോൾ പോലെയോ അല്ലെങ്കിൽ ഈവൻ ബെൻസീൻ പോലെയോ ക്ലോറോബെൻസീൻ പോലെയോ ഒന്നും അത്രത്തോളം അല്ല പ്രോൺ ടു ക്ലോറോബെൻസീനും ക്ലോറിൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആണെങ്കിലും CLEs നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും. CLEs പ്ലസ് മൈനസ് ഐയും പ്ലസ് എമ്മും ആണ്. ഒരു വഴിക്ക് കൂടി ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ എന്താണ്? ഇവിടെ അതേപോലെ അല്ല, ശ്രദ്ധിക്കുക, വ്യത്യാസമുണ്ട്. സബ്സ്റ്റിറ്റ്യൂന്റ് അല്ല, റിംഗിൽ തന്നെയുള്ള ആറ്റം ആണെങ്കിലും യെസ് ബീങ് എ ഹൈ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം നൈട്രജൻ attracts electron density towards it, so that the availability of electron density ഇവിടെ എന്താ സഞ്ചരിക്കുന്നത്? ഇലക്ട്രോൺസ് ആണ്. ശ്രദ്ധിച്ചില്ലേ? ഈ ഇലക്ട്രോണിന്റെ അവൈലബിലിറ്റി മൊത്തത്തിൽ കുറയും. ആരെ കൊണ്ട്? ഈ നൈട്രജനെ കൊണ്ട്. അതുകൊണ്ട് മൊത്തത്തില് pyridine എന്താണ്? is deactivated towards electrophilic substitution. What's the point? Deactivated ആണ്. പക്ഷേ ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതിൽ ഹാലജനേഷൻ, സൾഫോണേഷൻ, പിന്നെന്താണ്? നൈട്രേഷൻ നടക്കും. അതേ സമയത്ത് പ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കൂല. നമ്മൾ നേരത്തെ വണ്ടർഫ്ലോ പഠിച്ചിട്ട് നൈട്രോബെൻസിന്റെ കേസിലും നമ്മളെല്ലാ അരോമാറ്റിക് കോമ്പൗണ്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു അണ്ടർഗോ
electrophilic substitution. In the case of a nitrobenzene, pyridine does not give a Friedel-Crafts alkylation or Friedel-Carboxylation. It's very difficult. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇതേ സമയത്ത് ഹാലജനേഷനും സൾഫോണേഷനും ഹൈഡ്രജനേഷനും നടക്കും അണ്ടർ ഡ്രാസ്റ്റിക് കണ്ടീഷൻസ്. അതാണ് പിരിഡീന്റെ കേസ്. അപ്പൊ ഈ ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് പിരിഡീനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ അത് ബീറ്റ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്? ആൽഫയിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല, ഗാമയിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, and you can see that for example you can see is heated with a mixture of concentrated nitric acid and concentrated sulfuric acid at about 300 degrees Celsius. For nitration, you can see that pyridine needs to be made to react with a mixture of nitric mixture a mixture of a concentrated nitric acid and concentrated sulfuric acid. You will have to heat it to 300 degrees Celsius, very high temperature, so that if it is the product നമുക്ക് എഴുതാൻ പറ്റുന്ന yes, the nitro group will enter the നമ്മൾ പറഞ്ഞു കഴിഞ്ഞു enter the beta മറന്നു വരുന്നത് beta, that is yes, we get a beta nitropyridine or 3 nitro ഓർമ്മിക്കുക 1 2 3 4 5 6 ഇങ്ങനെ നമ്പർ വരുന്നത്. is a 3 nitropyridine. Condition is a very drastic, concentrated sulfur. നമ്മുടെ ഫ്യൂറാന്റെ കേസിൽ ഓർമ്മിക്കുക ഡ്രാസ്റ്റിക് കണ്ടീഷൻ പറ്റില്ല. കാരണം പറയുകയാണ്, കാരണം അപ്പ ഡീകമ്പോസ് ചെയ്തു പോകും. മൈൽഡ് കണ്ടീഷനിൽ മാത്രമേ ഫ്യൂറാൻ റിയാക്ട് ചെയ്യുന്ന. ഇവിടെ ഡ്രാസ്റ്റിക് കണ്ടീഷൻ വേണം എന്നാൽ മാത്രമേ റിയാക്ട് ചെയ്യൂ, ബിക്കോസ് ഓഫ് ദി ഡീആക്ടിവേഷൻ ഓഫ് ദി pyridine towards electrophilic substitution by the presence of a strongly electronegative or highly electronegative nitrogen atom. Okay, nitration, sulfonation, concentrated sulfuric acid, മനസ്സിലായില്ലേ? സൾഫോണേറ്റ് ചെയ്തിട്ട് അതുകൂടെ തന്നെ പോവാം. ഹാലജനേഷൻ അതുകൂടെ പോവാം. മനസ്സിലായില്ലേ? മർക്കുറേഷൻ നമ്മുടെ കഴിഞ്ഞ ദിവസം കണ്ടു. മർക്കുറിക് അസിറ്റേറ്റ് റിയാക്ട് എന്താ കിട്ടുക? HgO, CO, റിയാക്ഷൻ ഓഫ് pyridine വിത്ത് മർക്കുറിക് അസിറ്റേറ്റ്. ഇതിലൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. എവിടെയാണ്? ഇതൊക്കെ എന്താണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്ക് ഇതൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. And you can see that നമ്മളിപ്പോ കുറച്ചുകൂടെ പറഞ്ഞ pyridine electron richness or the electron availability in the center is reduced. അപ്പോൾ നൈട്രജന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് pyridine ഇലക്ട്രോൺ അവൈലബിലിറ്റി കുറഞ്ഞിരിക്കുന്നു. and it is deactivated towards a electrophilic substitution. അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്, it can undergo nucleophilic substitution. കാരണം ബെൻസീൻ റിംഗ് ഒന്നും പറ്റാത്തതാണ്. മനസ്സിലായില്ലേ? ബെൻസീൻ റിംഗ് cannot be subjected to nucleophilic substitution, but pyridine can be subjected to nucleophilic substitution. നമ്മൾ പഠിച്ചിട്ടുണ്ട്. because എന്താണ് നമ്മൾ nucleophile try to or go to or attack a electron deficient center. അപ്പോൾ ഈ നൈട്രജന്റെ പ്രസൻസ് ഉണ്ട് എങ്കിലും മൊത്തം ഡെഫിഷ്യൻസി വന്നുണ്ടാവാം. it can undergo nucleophilic substitution reaction. for example, if pyridine is made to react with a sodamide NaNH2 in liquid ammonia mediumത്തിലെ സോഡാമൈഡ് pyridine റിയാക്ട് ചെയ്യുകയാണെങ്കിൽ you can see that it undergoes a reaction that is a nucleophilic substitution reaction. and remember the substituent end is not at the beta position, അവിടെ എന്താണ് ആൽഫ പൊസിഷനിലാണ്, because it is a nucleophile. നേരത്തെ നമ്മൾ എന്താണ് ഇവിടുത്തെ nucleophile ആരാണ്? yes, NH2 minus ആണ്. it is a nucleophile. it will try to go to or attack a or it has a affinity for a electron
ഡെഫിഷ്യന്റ് സെന്റർ. നേരത്തെ നമ്മളെ നൈട്രേഷനിലാണെങ്കിൽ എന്താണ് ഇലക്ട്രോഫൈല് NO2+ ആണ്. ഇത് ഇലക്ട്രോഫൈലാണ്, ഇത് ന്യൂക്ലിയോഫൈലാണ്. ഇതാണെങ്കിൽ പോവുക ഗാമയിലാണ്. ശ്രദ്ധിക്കുക, ഇത് നെഗറ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ ന്യൂക്ലിയോഫൈൽ ആണെങ്കിൽ ദാറ്റ് ഗോസ് ടു ദി ആൽഫ പൊസിഷൻ. ശ്രദ്ധിക്കുക, കാരണം ഈ നൈട്രജൻ പ്രസൻസ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആവുന്ന കാർബൺ ആറ്റം ഇതുമായിരിക്കും. പിന്നെ ഇതായിരിക്കും, ഇതാവില്ല. നമുക്കറിയാം ഇതും. നേരത്തെ നമ്മൾ ഒഴിവാക്കിയ ആൽഫയും ഗാമയിലുമാണ് ആര് പോകാൻ സാധ്യത? ന്യൂക്ലിയോഫൈൽ പോകാൻ സാധ്യത. പക്ഷേ നിർഭാഗ്യവശാൽ ഗാമയിലേക്കാൾ കൂടുതൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ടാവുമായിരിക്കും ആൽഫയിലായിരിക്കും. കാരണം ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു നൈട്രജൻ ഹിയർ ആൻഡ് യു കൻ സീ ദാറ്റ് യെസ് nucleophilic substitution in pyridine results in the attachment of the nucleophile at the alpha position and we get the alpha aminopyridine or 2-amino reaction parent. ആ റിയാക്ഷന്റെ പേര് ശ്രദ്ധിക്കുക, ചിച്ചിബാബിൻ. ഒരാളുടെ പേരാണ് വിഷമിക്കേണ്ട. ചിച്ചിബാബിൻ റിയാക്ഷൻ. ചിച്ചിബാബിന്റെ ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്, പല സ്ഥലത്ത് ഉപയോഗിക്കുന്ന റിയാക്ഷൻ ആണ് ചിച്ചിബാബിൻ. CHI ആളെ പേരാണ്, ഡോണ്ട് വറി. ആൻഡ് ചിച്ചിബാബിൻ റിയാക്ഷൻ is a reaction of pyridine with a soda white liquid ammonia as resulting in the formation of a 2-amino pyridine or alpha amino pyridine. നെയിം റിയാക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ നെയിം റിയാക്ഷൻ പ്രത്യേകം ഒന്ന് കണ്ടുവെക്കുക, ശ്രദ്ധിക്കുക. മനസ്സിലായില്ല? ഓക്കെ. അതേപോലെ തന്നെ pyridine reacts with a butyl lithium. ഇങ്ങനെ എഴുതുക സാറിന്, butyl lithium. അല്ലെങ്കിൽ എഴുതാം CH3 CH2 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 Li എന്ന് എഴുതാൻ കുഴപ്പമില്ല. ഒരു CH3 ഉം 3 CH2 ഇപ്പൊ ബ്യൂട്ടൈലായി Li എന്ന് ബ്യൂട്ടൈൽ സാർ ചുരുക്കിയിട്ട് നമ്മൾ ബ്യൂട്ടൈൽ lithium. Again it is a nucleophilic substitution reaction and the nucleophile here is the butyl Bu minus and Li plus 1 and we can see that it is converted into yes. The butyl group gets attached to the alpha position. Again, it is a nucleophilic substitution reaction. നേരത്തെ നമ്മൾ നൈട്രേഷനും സൾഫറേഷനും ഒക്കെ എന്താണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഇത് ന്യൂക്ലിയോഫിലിക് ആണ്. We can see that the substituent enters the alpha position. ഇത് രണ്ടും നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. എന്തിന്? ന്യൂക്ലിയോഫിലിക് സാധാരണഗതിയിൽ നടക്കേണ്ട ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, അത് നടക്കുന്നുണ്ട്. ഡ്രാസ്റ്റിക് കണ്ടീഷൻ ആണ്, കാരണം നൈട്രജന്റെ പ്രസൻസ് കൊണ്ട് റിംഗിലുള്ള ഇലക്ട്രോൺ അവൈലബിലിറ്റി കുറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ആ കുറവ് ഉള്ളതുകൊണ്ട് തന്നെയാണ് pyridine is attacked by nucleophiles also and nucleophile gets attached to the alpha position. Okay, pyridine reaction എത്രയൊക്കെ മനസ്സിലാക്കിയ ഒരു റിയാക്ഷൻ കൂടി ശ്രദ്ധിക്കുക. pyridine can be oxidized with a hydrogen peroxide. Hydrogen peroxide converts pyridine into compound. ഇതിന്റെ പേര് pyridine N oxide എന്നാണ്. pyridine oxide is attached to nitrogen. N oxide. Pyridine N oxide. Pyridine is converted to pyridine N oxide by reaction with a hydrogen peroxide. Hydrogen peroxide is an oxidizing H2O2. H2O കഴിഞ്ഞ് O ബാക്കിയുണ്ടായി. O ആണ് നൈട്രജനോട് ഇങ്ങനെ ഒരു കോർഡിനേറ്റ് ബോണ്ടാണ്. നമ്മൾ നേരത്തെ നൈട്രജൻ നമ്മൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അത് ഓക്സിജൻ കൊടുത്തിട്ട് ഓക്സിജൻ നമ്മൾ 6 ഇലക്ട്രോൺ ഉണ്ട്, അപ്പൊ 6 എട്ടാവും. ഇതിന്റെ പ്രശ്നമൊന്നുമില്ല, അത് pyridine N oxide ആയി മാറും. മനസ്സിലായില്ലേ? pyridine N oxide. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരക്കുമ്പോഴേ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും വരക്കണം. അത് വരച്ചില്ലേ കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? ബിക്കോസ് pyridine ഈ പ്രോസസ്സിൽ നൈട്രജൻ ഇലക്ട്രോൺ ലോസ് ഉണ്ട്, ഓക്സിജൻ ഇലക്ട്രോൺ ഗെയിൻ ഉണ്ട്. ദാറ്റ്സ് എ കോർഡിനേറ്റ് ബോണ്ട്. നോർമൽ ഷെയറിംഗ് അല്ല. എന്താണ് നൈട്രജൻ ആസ് എ ലോൺ പെയർ and this lone pair is donated to oxygen which has only 6 electrons in the outermost shell, so that 6 becomes 8. Okay, that's the pyridine N oxide. Okay. ഇനിയുള്ളത് നമുക്ക് മൂന്നാമത്തെ കോമ്പൗണ്ട് ആണ്. രണ്ടെണ്ണം നമ്മൾ കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തെ കോമ്പൗണ്ട് ഇസ് ഇൻഡോൾ.
INDOLE. ഈ വിട്ട് വരുത്തിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൈറോൾ, മനസ്സിലായില്ലേ? ഇൻഡോൾ, ഇൻഡോൾ OLE. OL എന്ന് പറഞ്ഞ ഒരു ആൾക്കോളാണ്, ഇത് OLE ആണ്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഇതാണ് കോമ്പൗണ്ട്. ആദ്യം നമ്മള് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് തുടങ്ങിയ സമയത്ത് പറഞ്ഞ ഫ്യൂസ്ഡ് റിംഗ് കോമ്പൗണ്ട്സ്. നാഫ്തലീൻ എങ്ങനെയാണെന്ന് ബൈ ഫ്യൂസിംഗ് ഓഫ് 2 ബെൻസീൻ റിംഗ്സ്. ഓക്കെ, അതേപോലെ ഒരു പിരിഡീനും ഒരു ബെൻസീനും നമ്മൾ ഒരു ബെൻസീൻ റിംഗ് ഒരു പിരിഡിൻ റിംഗ് കൂടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പേര് നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ ക്ലാസ്സിൽ ദാറ്റ് ഈസ് ക്വിനോളിൻ, ക്വിനോളിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു പിരിഡിൻ റിംഗും പിരിഡിൻ അല്ല, ഇതെന്താണ്? ഇത് പൈറോൾ ആണ്. ഒരു പൈറോൾ റിംഗും ഒരു ബെൻസീൻ റിംഗും. ഇത് ബെൻസീൻ റിംഗ് ആണ്, ഒരു പൈറോൾ രണ്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്നതാണ് എന്ത്? ഇൻഡോൾ. മനസ്സിലായില്ലേ? സ്ട്രക്ചർ അങ്ങനെയാണ്, അല്ലാണ്ട് രണ്ടിടത്ത് ഫ്യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. അത് ചിന്തിക്കരുത്. ഈ സ്ട്രക്ചർ സീംസ് ടു ബി എ ഫ്യൂസ്ഡ് റിംഗ് സ്ട്രക്ചർ. അങ്ങനെ സാധാരണ പറയും ഫ്യൂസ്ഡ് റിംഗ് കോമ്പൗണ്ട്സ്. നാഫ്തലീൻ, നാഫ്തലീൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് വളരെ പരിചയമുള്ളതാണ് നാഫ്തലീൻ. ഇതാണ് നാഫ്തലീൻ. ഒരു ബെൻസീൻ റിംഗ്, വേറെ ബെൻസീൻ റിംഗ്. അല്ലെങ്കിൽ this is naphthalene and this is a നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ക്വിനോളിൻ. മനസ്സിലായില്ല? അപ്പോൾ ഇതൊക്കെ ഇതെന്താണ്? This is actually can be considered as to be formed by the fusing of 2 benzene rings, and this molecule can be considered to be formed by the fusion of a benzene ring and a pyridine ring. ഓക്കെ, pyridine ring രണ്ട് വിധത്തിൽ യൂസ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാല് ആൽഫ ബീറ്റ, ആൽഫയിലെ ബീറ്റയിലും കൂടെ ഫ്യൂസ് ചെയ്യാൻ pyridine കിട്ടും. ബീറ്റയിലും ഇവിടെ വെച്ച് ഫ്യൂസ് ചെയ്താൽ അതിന് ഐസോപെറോളിൻ എന്നാ പറയാം. അതുകൊണ്ട് വേറെ വിഷമിക്കണ്ട. അതേപോലെ you can see that this is can be considered as fusion of 2 rings. This is the benzene ring and this is the pyrrole. നമ്മൾ നേരത്തെ ഫ്യൂറാനിലൂടെ ഓക്സിജൻ ആയിരുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നൈട്രജൻ ഉണ്ടാവും. സൾഫർ അങ്ങനെ അതിനെ തയോഫീൻ എന്ന് പറയും. തയോഫീൻ, പൈറോൾ ആൻഡ് ഫ്യൂറാൻ. നമ്മൾ ഫ്യൂറാൻ മാത്രമേ പഠിക്കാനുള്ളൂ. നേരത്തെ ഇതൊക്കെ പഠിക്കാനുണ്ടായിരുന്നു പൈറോളൊക്കെ. ഇപ്പൊ തൽക്കാലം ഒഴിവായ സിലബസ്. അപ്പൊ ഒരു പൈറോളിങ്ങും ഒരു ബെൻസിനും കൂടി ഫ്യൂസ് ചെയ്ത് വരുന്ന സ്ട്രക്ചറാണ് എന്ത്? ഇൻഡോൾ എന്ന് പറയുന്നത്. ഇൻഡോൾ naturally occurring. Indole derivatives are found in many naturally occurring compounds. Indole. Okay, and it can also be called as benzopyrrole എന്ന് പറയും. ശരിക്കും പറഞ്ഞാല് ബെൻസോ 2,3-പൈറോൾ. കാരണം 1, 2, 3 ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇത് മറിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ആദ്യം ഇതൊക്കെ വേറെ പറയാൻ ചിന്തിക്കരുത്. പൈറോളും അതിനുശേഷം ഇപ്പുറത്ത് ബെൻസീൻ റിംഗ് വരട്ടെ, യാതൊരു കുഴപ്പമില്ല. ഇതാ പറയാം, ഇത് 1, ഇത് 2, ഇത് 3. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ബെൻസോ 2,3-പൈറോൾ എന്ന് പറയും. കാരണം വേറെ നമുക്ക് ചിന്തിക്കാം, ഇവിടെ എവിടെയായിട്ട് കണക്ട് ചെയ്യുക 3,4-പൈറോൾ കിട്ടും. വേറെ സ്ട്രക്ചറാണ്. അതിന് ഐസോ ഇൻഡോൾ എന്ന് പറയും. നമ്മൾ ഐസോ കെർണി എന്ന് പറയുന്നുണ്ട്. പറയുന്നത് മനസ്സിലുണ്ടെങ്കിൽ രണ്ടു വിധത്തിലാവും. തൽക്കാലം ശ്രദ്ധിക്കുക. ദിസ് ഈസ് ബെൻസോപൈറോൾ. ഇൻഡോൾ ഈസ് ഓൾസോ കോൾഡ് ബെൻസോപൈറോൾ. പേരൊക്കെ തന്നെ മനസ്സിലാവും. ബെൻസോ 2,3-പൈറോൾ. ഒരു പൈറോളിന്റെ 2,3 പൊസിഷനിൽ ഒരു ബെൻസിൻ റിംഗ് യൂസ് ചെയ്ത് കിട്ടുന്ന സ്ട്രക്ചറാണ്. ഇത് രണ്ടും ഒന്നാണ് ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ഇൻഡോൾ. അപ്പോൾ നമുക്ക് ഇൻഡോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇൻഡോൾ ഉണ്ടാക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ലോട്ട് ഓഫ് മെത്തേഡ്സ് ഫോർ സിന്തസിസ് ഓഫ് ഇൻഡോൾ. ആൻഡ് യു കെൻ സീ ദാറ്റ് 1 or 2 മെത്തേഡ്സ് യു ഹാവ് ടു സ്റ്റഡി. കൂടുതൽ മെത്തേഡ് നമ്മൾ പഠിച്ചു നോക്കേണ്ട ആവശ്യമില്ല, ബുദ്ധിമുട്ടാണ്. തൽക്കാലം 1 or 2 മെത്തേഡ് ഒരു എളുപ്പമുള്ള മെത്തേഡാണ്. മെയ്ഡ് ലങ് സിന്തസിസ്. ഇതില്
മെയ്ഡ്ലങ് എന്നുള്ള ഒരാളുടെ പേരാണ്. മെയ്ഡ്ലങ് സിന്തസിസ് സയന്റിസ്റ്റിന്റെ പേരാണ് മെയ്ഡ്ലങ് സിന്തസിസ്. ഇൻ ദിസ് വി കൻ സീ ദാറ്റ് this compound, ഇത് ഇവിടെ ഇതിന്റെ ബെൻസീൻ ആണ്. ഇതില് ശ്രദ്ധിക്കുക, ഈ കോമ്പൗണ്ടിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ പേര് ബെൻസീൻ എന്നറിയാം. ഇതിന്റെ പേര് എന്താണ്? ടോളുവീൻ. നമുക്കറിയാം TOLUE, ടോളുവീൻ. മീഥൈൽ ബെൻസീൻ ഈസ് കോൾഡ് ടോളുവീൻ. ഇതിന്റെ പേര് എന്താണ്? ഇതിന്റെ പേര് ടൊലുഡീൻ എന്നാണ്. മാത്രമല്ല ഓർത്തോ ടൊലുഡീൻ നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? കാരണം ഇത് ഓർത്തോ ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് ഇത് മെറ്റയിൽ വന്നാലും മെറ്റാ ടൊലുഡീൻ, ഇങ്ങനെ പാര വന്നാൽ പാര, 3 ടൊലുഡീൻസ് ഉണ്ടാവും. ദിസ് ഈസ് ഓർത്തോ ടൊലുഡീൻ. മീഥൈൽ ടൊളുവീൻസ്. ടൊളുവീൻ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. കാരണം നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ടൊളുവീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്നലെ പറഞ്ഞ പോലെ ഇത് ഇവിടെ വന്നാലും എവിടെ വന്നാലും ഇതില്ല എങ്കിൽ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ എവിടെ മീഥൈൽ ഗ്രൂപ്പ് വന്നാലും ടൊളുവീൻ തന്നെയാണ്. കാരണം എല്ലാ കാർബണും ഒരുപോലെയാണ്. പക്ഷെ ഒരെണ്ണം വന്നതിന് രണ്ടാമത്തെ ഓർത്തോ മെറ്റേ പാരയും വരാം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓർത്തോ അമിനോ ടൊളുവീൻ ആണെങ്കിൽ ദാറ്റ് ഈസ് ഓർത്തോ ടൊളുഡീൻ. മെറ്റാ അമിനോ ടൊളുവീൻ ആണെങ്കിൽ അത് മെറ്റാ ടൊളുഡീൻ. പാരാ അമിനോ ടൊളുവീൻ ആണെങ്കിൽ പാരാ ടൊളുഡീൻ. there are 3 ടൊളുഡീൻസ്. ഇവിടെ എന്താണുള്ളത്? ഒരു അസൈൽ ഗ്രൂപ്പ് ഉണ്ട്. മനസ്സിലായില്ലേ? അസൈൽ RCO. അപ്പൊ എന്താ ഇങ്ങനെ ഇവിടുന്ന് H പോയിട്ട് ഒരു RCO ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയായി. സോ ഇറ്റ് ഈസ് എൻ അസൈൽ ഓർത്തോടൊളുവീൻ എന്ന് പറയാം. എൻ അസൈൽ ഓർത്തോടൊളുഡീൻ. ഓക്കെ. ഇവിടെ R എന്ന് പറഞ്ഞത് പലതും ആവാം. മീഥൈൽ ആവാം, വെറും H ആവാം, ഹൈഡ്രജൻ ആവാം, അല്ലെങ്കിൽ ഈഥൈൽ ആവാം, അല്ലെങ്കിൽ വേറെ ഗ്രൂപ്പ് ആവും. R ഏതായാലും കുഴപ്പമില്ല. ഈസ് heated with a strong base like a sodamide or say sodium butoxide. ഇതൊക്കെ സ്ട്രോങ് ബേസസ് ആണ്. മനസ്സിലായില്ലേ? സോഡിയം മെത്തോക്സൈഡ് ഇതൊക്കെ സ്ട്രോങ് ബേസ് ആയിട്ട് ഹീറ്റ് ചെയ്യുക. അത്രേ വേണം. ആൻഡ് യു വിൽ ഗെറ്റ് എ this common. You are not getting indole, you are getting a substituted indole. നമുക്കറിയാം ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻഡോൾ. ഇവിടെ ആറിന്റെ സ്ഥാനത്ത് H എടുത്തു കഴിഞ്ഞാൽ എന്തായി? ഇൻഡോളായി. മനസ്സിലായില്ലേ? നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് അനുസരിച്ച് ഇവിടെ എന്താണ് R, ഈ R ഇതിന്റെ നൈട്രജന്റെ തൊട്ടടുത്ത ആറ്റത്തിൽ ഈ കാർബൺ CO പോയിക്കോളും. അതവിടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഈ കാർബണിന്റെ മുകളിലാണ് ഈ കാർബൺ O പോയിക്കോളും. ഈ കാർബൺ അടുത്തുണ്ട് NH. ശ്രദ്ധിക്കോ, ഇതാണ് ഈ നൈട്രജൻ, ഇതാണ് ഈ കാർബൺ, ഇതാണ് ഈ ഗ്രൂപ്പ്. മനസ്സിലായില്ലേ? O ഇവിടെ H2 കൂടി വാട്ടർ ആയിട്ട് പോയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നതാണ്. നമ്മൾ ബുദ്ധിമുട്ടുള്ള ആവശ്യമില്ല, മനസ്സിലാക്കുക. അപ്പോഴേ ഇതൊരു മെത്തേഡാണ് ഫോർ ദി മെയ്ഡ്ലങ് സിന്തസിസ്. അപ്പൊ സെന്റൻസ് എഴുതുമ്പോൾ എന്താ എഴുതുക? യെസ്, ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മെയ്ഡ്ലങ് സിന്തസിസ്. ഹൗ? ബൈ ഹീറ്റിംഗ്. യെസ്, എന്താണ്? എൻ അസൈൽ ഓർത്തോടൊളുഡീൻ. മനസ്സിലായില്ലേ? വിത്ത് എ സ്ട്രോങ് ബേസ് ലൈക്ക് സോഡിയം amide or sodium tertiary buto or sodium butoxide പോലെയുള്ള സ്ട്രോങ് ബേസുമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടൊളുഡീൻ. സോറി, ഇത് കിട്ടും, ഇൻഡോൾ കിട്ടും. ഇതാണ് മെത്തേഡ് മെയ്ഡ്ലങ് സിന്തസിസ്. മെയ്ഡ്ലങ് MEDLUNG ഒരാളുടെ പേരാണ്. ഹീറ്റിംഗ് ഒരേ ഒരു സാധനം ശ്രദ്ധിക്കുക. ഓർത്തോകാലേസം പാടിന്റെ NHCOR പേരോർത്ത് കുറച്ച് എളുപ്പമാണ്. എൻ അസൈൽ ഓർത്തോടൊളുഡീൻ. പേരുണ്ടാക്കി കാര്യമില്ല. ഓർത്തോടൊളുഡീൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓർത്തോടൊളുഡീൻസ് ഓർത്തോ അമിനോ ടൊളുവീൻ. മനസ്സിലായില്ലേ? ഓർത്തോ അമിനോ ടൊളുവീൻ. അതെല്ലാം ചിറ്റുന്ന അതിന്റെ എൻ അസൈൽ. അതായത് അവിടെ നൈട്രജന്റെ മുകളിൽ N അസൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? Nന്റെ മുകളിൽ ഒരു അസൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഒരു H പോയി, NH2 ആയിരുന്നു ആദ്യം. അവിടെ H പോയിട്ട് അവിടെ ഒരു അസൈൽ N അസൈൽ ഓർത്തോടൊളുഡീൻ is heated with a sodamide to get a substituted indole or a simple indole depending on the nature of R. Okay, അതൊരു മെത്തേഡ്. ഒരു മെത്തേഡ് കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞ ഒരുപാട് മെത്തേഡ് ഉണ്ട്. പക്ഷെ നമ്മൾ തൽക്കാലം 1-2 മെത്തേഡ് ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് അതും ഒരു നെയിം റിയാക്ഷൻ ആണ്. ഈ പേര് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടോ?
വളരെ പ്രശസ്തനായ ഫിഷർ. ഫിഷറിന്റെ പേര് പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. ഫിഷർ ചെരുപ്പല്ല, ഫിഷർ, ഫിഷർ, സോറി ആരെഴുതാൻ മറന്നതാണ്, ഫിഷർ, എമിൽ ഫിഷർ. ഫിഷർ എസ്റ്ററിഫിക്കേഷൻ, ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല പഠിച്ചവരുണ്ട്. ആ ഫിഷർ തന്നെയാണ് ഈ ഫിഷർ, എമിൽ ഫിഷർ. എമിൽ ഫിഷറിന്റെ ഒരു മെത്തേഡാണ് ഫിഷർ ഇൻഡോൾ സിന്തസിസ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, the phenyl hydrazone of an aldehyde or a ketone is heated. The heat ചെയ്യുന്നത് phenyl hydrazone of a aldehyde. The phenyl hydrazone of aldehydes and ketones +2 പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് അറിയില്ല, നമ്മുടെ സിലബസിലുണ്ട്, കഴിഞ്ഞിട്ടൊന്നും അറിയില്ല. ആൽഡിഹൈഡ്സ് എനിക്കൊന്ന് 6th സെമ്മിലാന്ന് തോന്നുന്നു. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്താണ് ശരി. ഫിനൈൽ ഹൈഡ്രസീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഓർത്ത് വെക്കാൻ പറഞ്ഞ ഹൈഡ്രസീൻ എന്ന് ഓർത്താൽ എല്ലാവർക്കും അറിയാം. ഹൈഡ്രസീൻ ഇസ് NH2. ഫിനൈൽ ഹൈഡ്രസീൻസ് മീൻ C6H5NHN. ഇതാണ് ഫിനൈൽ ഹൈഡ്രസീൻ. പിന്നെ ഇതല്ല, ഫിനൈൽ ഹൈഡ്രസോൺ ഓഫ് എൻ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആണ് നമുക്ക് വേണ്ടത്. ആൽഡിഹൈഡ് എന്ന് നമുക്കറിയാം, RCO R ഡാഷ്. ഇതാണ് കീറ്റോൺ. ആൽഡിഹൈഡ് ആണെങ്കിലോ RCOH or RCHO. ഇത് ആൽഡിഹൈഡ് ആണ്, ഇത് കീറ്റോൺ ആണ്. ഇത് രണ്ടും ഇതുവരെ റിയാക്ട് ചെയ്യുന്ന ഒരേപോലെയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ റിയാക്ട് ചെയ്യാൻ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് പറയുന്നത് ഈ ആൽഡിഹൈഡിന്റെയോ കീറ്റോണിന്റെയോ ഫിനൈൽ ഹൈഡ്രസോൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ ഹീറ്റിംഗ് ദി ആൽഡിഹൈഡ്. ഓക്കെ, ഫോർ ദ റിയാക്ഷൻ ഓഫ് ദി ഹീറ്റ് ചെയ്ത ആൽഡിഹൈഡ് ചിലപ്പോൾ ഹീറ്റ് ചെയ്യണം, ചിലപ്പോൾ ഹീറ്റ് ചെയ്യണം, അത് ഡിപെൻഡ്സ്. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ വിത്ത് ഫിനൈൽ ഹൈഡ്രസീൻ. ഇവിടെ നടക്കുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും. ഈ H2 ഈ O കൂടി അങ്ങോട്ട് പോകും. ആൻഡ് യു വിൽ ഗെറ്റ് C6H5NHN ഡബിൾ ബോണ്ട് CR ആൻഡ് R ഡാഷ്. ഈ R ഡാഷും അല്ലെങ്കിൽ RH എന്തായാലും കുഴപ്പമില്ല. ഇതാണ് കിട്ടുക. ദിസ് ഈസ് ദ ഫിനൈൽ ഹൈഡ്രസോൺ ഓഫ് എ കീറ്റോൺ. മനസ്സിലാകുന്നില്ല? ഇത് രണ്ടും CH തൽക്കാലം ചേർക്കുക, CH3 ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. നമ്മൾ ഏതെങ്കിലും ഒന്ന് എഴുതാം. എക്സാമ്പിളൊക്കെ എഴുതുമ്പോൾ എന്ത് എഴുതാം. ഇതെന്താണ് കോമ്പൗണ്ട്? ഇപ്പോ ഇവിടെ മീനയിൽ രണ്ടും വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇവിടെ മീനയിൽ വന്ന ഈ കോമ്പൗണ്ട് പേര് അസെറ്റോൺ എന്നാണ്. ഇതിപ്പോ എന്താണ് ഞാൻ വരച്ചിരിക്കുന്നത്? അസെറ്റോണിന്റെ എന്താണ് ഫിനൈൽ ഹൈഡ്രസോൺ. നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും. അസെറ്റോണിന്റെ ഫിനൈൽ ഹൈഡ്രസോൺ ആണ്. ജനറലി ഒരു കീറ്റോണിന്റെയോ ആൽഡിഹൈഡിന്റെയോ ഹൈഡ്രസോണിന്റെ ഫിനൈൽ ഹൈഡ്രസോണിന്റെ രൂപം എങ്ങനെയായിരിക്കും? ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? വിളിക്കട്ടെ NHന്റെ ഇവിടെ ഒരു CH3. ഓക്കെ, ദിസ് ഈസ് ദ പ്രോഡക്റ്റ് ഫോർമുല. പറഞ്ഞ മനസ്സിലായല്ലോ? സോ ദാറ്റ് ഈസ് ദ ഫിഷർ ഇൻഡോൾ സിന്തസിസ്. പറയുമ്പോൾ എന്താ പറയേണ്ടത്? ദ ഫിനൈൽ ഹൈഡ്രസോൺ ഓഫ് an aldehyde or ketone is heated to get a substance. ഇവിടെ നമ്മൾ H എടുത്തു കഴിഞ്ഞാൽ ഇവിടെ H ആണെന്ന് വിചാരിച്ചോ. ഇവിടെ H ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു H വന്നാൽ ആ H ഇവിടെ കാണും. മനസ്സിലായില്ല? അങ്ങനെ കിട്ടിക്കോളും. അത് നിങ്ങൾ അധികം ബുദ്ധിമുട്ടാണ്. അത്രയും കടന്നുകൾ ചിന്തിക്കുന്നുള്ളൂ. അതൊക്കെ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ദാറ്റ് ഈസ് an indole derivative or substitute indole is formed by the Fischer indole synthesis. അവിടെ ഹീറ്റ് ചെയ്യുന്നത് the phenyl hydrazone of an aldehyde or ketone. നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ്? N-acyl ortho toluene is heated with a strong base like sodium amide or sodium butoxide പോലെയുള്ള സ്ട്രോങ് ബേസ് വെച്ച് ഹീറ്റ് ചെയ്ത് അത് മെയ്ഡ്ലൻ സിന്തസിസ് ആണ്. ഇത് ഫിഷർ ഇൻഡോൾ സിന്തസിസ് ആണ്. ഇൻഡോൾ ഉണ്ടാക്കാൻ നമ്മുടെ ലിറ്ററേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പല മെത്തേഡ്സ് ഉണ്ട്. അതൊന്നും നമ്മൾ പഠിച്ചു നോക്കാൻ പറ്റില്ല, പഠിച്ചു നോക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം 1-2 മെത്തേഡ് ഓർത്ത് നിങ്ങൾ പഠിക്കുന്ന ടെസ്റ്റിൽ ഇതിനാവണമെന്നില്ല. എന്നാലും ശ്രദ്ധിക്കുക, ഇത് വളരെ സിമ്പിളാണ്. ഏറ്റവും സിമ്പിൾ ആയ ഒരു മെത്തേഡാണ് ഫിഷർ മെത്തേഡും അതേപോലെ തന്നെ മെയ്ഡ്ലൻ മെത്തേഡും. ദാറ്റ് ഈസ് അബൌട്ട് ഇൻഡോൾ. ഇൻഡോളിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.